ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ വാർത്തയിലേക്ക് പോകുമെന്നുള്ളതാണ്. ക്രിസ്മസ് പ്രമാണിച്ചപ്പോൾ ഈ ആലപ്പുഴ നടന്ന ആ ഒരു സംഘർഷത്തിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തുമെന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് ഒരു സംഭവമായി ചേർത്ത് നിർത്താൻ പറ്റുന്ന മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാജ്യത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ക്രിസ്മസ് ദിനത്തിലും ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. റായ്പൂരിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ തകർത്തിരിക്കുന്നു. 30 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. യു.പിയിൽ പള്ളിക്ക് മുന്നിൽ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഹനുമാൻ ചാലീസ ചൊല്ലി. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. രഞ്ജിൽ രാജാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചെയ്യുന്നത്. രഞ്ജിൽ, പലയിടത്തും ഇത്തരത്തിൽ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു, അലങ്കാരങ്ങൾ തകർക്കുന്നു. ഈ ഒരു സ്ഥലത്ത് യു.പിയിലാണ് ഈ 30 പേരടങ്ങുന്ന സംഘം വലിയ രീതിയിലൊരു അക്രമം അഴിച്ചുവിട്ടതിൽ ഈ ഹനുമാൻ ചാലീസ ക്രിസ്മസ് ദിനത്തിൽ ചൊല്ലുന്നതിൻ്റെ ഈ ഒരു അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണ് രഞ്ജിൽ വിവരങ്ങൾ? കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഇത്തരത്തിൽ ഈ മോളിനകത്ത് 30 അംഗ സംഘം ഈ ക്രിസ്മസ് ആഘോഷത്തിനായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അലങ്കാര പണികൾ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ മാളിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പാപ്പാഞ്ഞി തുടങ്ങിയുള്ള അലങ്കാരങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 30 അംഗ സംഘമാണ് ഇതിലുണ്ടായിരുന്നെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് ഇത്തരത്തിൽ മോളിൽ കയറി ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായി ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഈ ഒരു ആക്രമണം നടക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന ബന്ദിനിടെയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മധ്യപ്രദേശിൽ നിന്നും ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കണ്ണ് കാണാത്ത ഒരു യുവതിക്ക് നേരെ ഒരു ആക്രമണം, BJPയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായത് വാർത്തയായിരുന്നു. അതിൽ BJPയുടെ നേതാക്കൾ ഈ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതൊക്കെ തന്നെ വാർത്തയിൽ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന ബന്ദ് നടക്കുന്നത്. അതിനിടെയാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു മാളിൽ കയറി ഈ അലങ്കാരങ്ങളൊക്കെ തന്നെ അടിച്ചു തകർക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 30 പേരുണ്ടായിരുന്നു സംഘത്തിൽ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കെതിരെ നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇതേ സെയിം പോലെ തന്നെ ഇപ്പോൾ യു.പിയിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് യു.പിയിലെ പള്ളിക്ക് മുമ്പിൽ നിന്നും ഹനുമാൻ ചാലിസ ചൊല്ലി തീവ്ര ഹിന്ദു സംഘടനകൾ എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഹനുമാൻ ചാലിസ പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊടുക്കുന്ന ഒരു സംഘത്തെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ക്രിസ്മസോടനുബന്ധിച്ച് നിരവധി ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കരോൾ സംഘത്തിന് നേരെയും അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനിടെ ഇന്നും ഈ ക്രിസ്മസ് രാവിലും ഇത്തരം ആക്രമണങ്ങളുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിയിലെ ക്രിസ്മസ് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും അതിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ക്രിസ്മസ് രാവിലും ഇത്തരം ആക്രമണങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ പൊതുവെ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പൊതുവാണ്. കാരണം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പള്ളി വികാരികളൊക്കെ തന്നെ ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരം നല്ല ഒരു സുദിനത്തിൽ ഇത്തരം ആക്രമണങ്ങളുടെ വാർത്ത പുറത്തു വരുന്നു. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന ഒരു കാര്യം ഇത്തരത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് എന്തായാലും പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ 30 പേരടങ്ങുന്ന സംഘമുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത്. അതിൽ എത്ര പേരെ ഇനിയും ആളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. പ്രാഥമികമായ കണ്ടെത്തൽ പ്രകാരം 30 പേരാണ് ഈ സംഘത്തിലുള്ളത്. 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കാളിദാസ്, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് ദിനത്തിലും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഏറെ സങ്കടകരമാണ്. ഇതിൽ
ഒക്കെ ഖേദം പ്രകടിപ്പിക്കുന്ന തരത്തിലുമൊക്കെ തന്നെയുണ്ട്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ചാലീസ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഹനുമാൻ ചാലീസ ചൊല്ലുന്ന ദൃശ്യങ്ങളാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതിലൂടെ ആ ഒരു മതത്തിൻ്റെ ഒരു മേൽക്കോയ്മ കാണിക്കുന്നതാണ് എന്നുള്ളതാണ് ആ പ്രവൃത്തിയുടെ അർത്ഥം. അത്തരത്തിലുള്ള പ്രവൃത്തികൾ തീവ്ര ഹിന്ദു സംഘടനകളാണ് സ്വീകരിച്ചു പോരുന്നത്. പല ഭാഗങ്ങളിലും, രാജ്യത്തെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ UP-യിൽ പള്ളിക്ക് മുന്നിലാണ് ഹനുമാൻ ചാലീസ ചൊല്ലിയത്. ഈ തീവ്ര ഹിന്ദു സംഘടന പ്രവർത്തകർ ഇത്തരത്തിൽ ഇത് അത്രത്തോളം രൂക്ഷമായിരുന്നില്ല ഈ ഒരു ആക്രമണമെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം അതൊരു പ്രതിഷേധ സൂചകമാണ്. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥം ഏത് തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ചിന്തിച്ച് നോക്കേണ്ടതാണ്.